ഹലോ മുത്തുമണികളെ, ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ രേണുസുതിയും രേണുസുതിയുടെ അസുഖവും ഇപ്പൊ ഭയങ്കര ട്രെൻഡായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അതായത് രേണുസുതിയുടെ അസുഖത്തിനെ ചൊല്ലി അല്ലെങ്കിൽ രേണുസുതിക്ക് വേണ്ടി പരസ്പരം പടപൊരുതുന്ന ഒരു സമൂഹത്തിനെ കണ്ടത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന രേണുസുതിനെ കുറിച്ച് ഒരുപാട് പേര് ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി ആൽബങ്ങളിൽ അഭിനയിക്കുന്നു, അതുപോലെ വയറ് കാണിക്കുന്നു, പൊക്കിള് കാണിക്കുന്നു, പിന്നെ ചെസ്റ്റിന്റെ ഭാഗങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ആണുങ്ങൾ റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ശരിക്ക് രേണുസുതി എന്ന് പറയുന്ന പുള്ളിക്കാരത്തി എന്ത് തെറ്റാണ് ചെയ്യുന്നത്? അവർക്ക് അറിയുന്ന ഒരു ജോലി ചെയ്തുകൊണ്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. നമ്മളെ ആരെയും അത് വലുതായിട്ട് ബാധിക്കില്ല. കാരണം നമ്മൾ അവരുടെ വീഡിയോസ് കാണാതിരുന്നാൽ മതി. ഞാൻ കാണാറില്ല. എൻ്റെ മക്കളും അത് കാണാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണ്. കാരണം എൻ്റെ ഫോണാണ് എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ കാണുന്ന കാര്യങ്ങളാണ് അതിൽ കൂടുതലും വരിക. അപ്പോൾ അവരത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ആണ് കാണുന്നത്. നമുക്കറിയാം കൊച്ചുകുട്ടികളെന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോകളിലൊന്നും വലിയ അട്രാക്ഷൻ ഒന്നും കാണിക്കുന്ന പിള്ളേരൊന്നും ആയിരിക്കില്ല. കാരണം ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ ചളവളു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കാനുള്ള ഒരു സന്മനസ്സൊന്നും മക്കൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അത്തരം വീഡിയോസ് കാണാതെ അവര് കാർട്ടൂണും ഇങ്ങനെ ചെറിയ കുട്ടികളുടെ വ്ളോഗും ഒക്കെ കാണാനായിരിക്കും അവർ കൂടുതലും താല്പര്യം കാണിക്കുക. അപ്പോ അത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പോ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ രേണുസുതിന്റെ അസുഖം എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ തന്നെ പിന്മാറി ഒരുപാട് പേര് മാനസാന്തരപ്പെട്ട് ഒക്കെ പോകുന്നു. ഇത് പറയുമ്പോൾ ഇതൊരു പരിഹാസ ചിരിയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ രേണുസുതിക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. രേണുസുതി അറിയുന്നത് 12ാമത്തെ വയസ്സിലേ അറിഞ്ഞു എന്നാണ് രേണു പറയുന്നത്. അത് അറിഞ്ഞതിന് ശേഷവും അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഇതാണ്. ഇപ്പൊ ഇതിനു മുമ്പ് അവർ ചെയ്തിട്ടുള്ള ഈ പൊക്കിള് കാണിക്കുക, വയറ് കാണിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എങ്കിലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതിന്റെ കാരണം എന്ന് പറയുന്നത് സമൂഹത്തിലാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നത്. പിന്നെ ചിന്തിക്കുമ്പോൾ ഈ ഒരുപാട് ഷിമ്മിയും ബ്രേസിയറും ഒക്കെ ഇട്ടിട്ട് വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും വലുതൊന്നും രേണു ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സത്യത്തില് രേണുവിന്റെ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ രേണുവിനെ കുറിച്ച് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അനീഷ് വ്ളോഗ് എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടാണ്. ഈ അനീഷ് വ്ളോഗിന്റെ വീഡിയോ ഞാൻ ആദ്യമായി കാണുന്നത് എന്ന് പറയുന്നത് നമ്മളെ നജിലയുടെ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ആ ഒരു സമയത്താണ് ഞാൻ ഈ അനീഷ് വ്ളോഗിനെ കാണുന്നത്. അപ്പൊ അനീഷ് വ്ളോഗിന്റെ വീഡിയോ അന്നാണ് ഞാൻ സത്യത്തിൽ ഫസ്റ്റ് കാണുന്നത്. പക്ഷെ നമ്മുടെ നജിലേനെ ഞാൻ അതിനു മുമ്പേ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അനീഷിനെ പോലെ ഇത്രയും വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ആൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലായില്ല? ഈ അൽഹംദുലില്ലാ ഇത് സത്യമല്ല, അവര് ശരിക്കും ഒരു അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടേ. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ അവർ ചെയ്ത് അതിലൂടെ ഈ പുള്ളിക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഒരുപാട് വീഡിയോസ് ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സമർത്ഥമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിവുള്ള നല്ലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ. പക്ഷേ ഇന്നലെ 20 അവേഴ്സിന് മുമ്പ് പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാതെ പോവാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതായത് അതിൽ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരനെ ഷെഫീന ബീവി വിളിച്ചു ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റ് ചാനലുകാര് വിളിക്കുക എന്നൊക്കെ പറയുന്നത് റിയാക്ഷൻ ചാനല് നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്കത് ഒരു വലിയ അപരാധം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഒരാളിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്താൽ അവര് വിളിക്കും, സ്വാഭാവികമാണ്. അവര് വിളിക്കും, അവര് നമ്മളെ പച്ചത്തെറി വിളിക്കും,
പിന്നെ ഭീഷണിപ്പെടുത്തും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റിയാക്ഷൻ ചാനൽ നടത്തുന്ന ആൾക്കാർക്ക് ഉണ്ട്. ഇതിലിപ്പോ ഷെഫീന ബീവി അങ്ങനെ വിളിച്ചു, അങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്നത് അത് വലിയ പുത്തിരിയുള്ള കാര്യമല്ലേ. ഇതിനു മുമ്പ് അവരുടെയൊക്കെ വീടുകളിന്റെ അകത്ത് കയറിപ്പോയി ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ് ആര്, ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു പുള്ളി, ആ ഒരു ഇത്ത. അപ്പൊ ആ ഇത്ത ഇവനെ വിളിച്ച് ചെക്ക് വെച്ചു എന്നാണ് പറയുന്നത്. എനിവേ അതെന്തോ ആയിക്കോട്ടെ, അത് അവര് തമ്മിൽ തീർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറയുന്നു. പുള്ളിക്കാരൻ ആരെ അനുകൂലിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്? രേണു സുധി എന്ന് പറയുന്ന പുള്ളിക്കാരിനെ. ഈ രേണു സുധിയുടെ അസുഖം ആണ് ഇവനെ മാനസാന്തരപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ അസുഖത്തിന്റെ തീവ്രതയിൽ ഇപ്പോ രേണു സുധി എവിടെയാണ്? ICUവിലാണ്. ICUവിലാവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ കാരണമാണ് രേണു സുധി ഇപ്പോ ICUവിൽ. എൻ്റെ പൊന്ന അനീഷേ, നീ വിശ്വസിക്കുന്നുണ്ടാ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ കാരണമാണ് രേണു ICUവിലായത് എന്ന്? രേണുവിന് ഒരു അസുഖം ബാധിച്ചു. അസുഖം ആയിട്ട് രേണു പബ്ലിക്കിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് രേണുവിന് പോലും മാനസാന്തരം ഉണ്ടായത്. അതുവരെ തനിക്ക് അസുഖമാണ്, ഇത്തരത്തിലൊരു രോഗമുണ്ട് എന്ന് അറിഞ്ഞിട്ടും അവര് ഒരു സ്ത്രീയുടെ മാന്യത കീപ്പ് ചെയ്യുന്ന ഒരു രീതിയിലല്ല പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ അവര് തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു പിന്നെ ആൽബത്തിന്റെ പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവർ തന്നെ പറയുന്നുണ്ട് ചില യൂട്യൂബേഴ്സിനെ വിളിക്കുക. ചില യൂട്യൂബേഴ്സ്, അതായത് ഈ സമൂഹത്തിൽ എപ്പോഴും പിന്നെ പ്രശസ്തി നിലനിർത്തണം അല്ലെങ്കിൽ പ്രശസ്തി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് അനീഷിനെ അറിയായിരിക്കും, നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിനൊക്കെ അറിയായിരിക്കും. അതായത് പ്രശസ്തി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവര് തന്നെ ക്യാഷ് പേ ചെയ്ത് ചില യൂട്യൂബേഴ്സിനെ വിളിക്കും. എന്നിട്ട് ഇവരുടെ പിന്നാലെ ഇവര് തുമ്മുന്നതും തൂറുന്നതും തുമ്മിക്കുന്നതും ഒക്കെ വീഡിയോയും എടുത്തുകൊണ്ട് ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ആ യൂട്യൂബേഴ്സിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം ആരും ചെയ്തിട്ടുണ്ട്, രേണു ചെയ്തിട്ടുണ്ടെന്നുള്ള രേണുവും സമ്മതിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങുമായിട്ട് ഇടപെട്ടിട്ട് ആ പ്രൊഡ്യൂസറും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രേണു എവിടെ പോയാലും അതിന്റെ പിന്നാലെ ക്യാമറയും തൂക്കിക്കൊണ്ട് നടക്കാം. ഇവരൊക്കെ എന്താണ്, ഇവര് സെലിബ്രിറ്റി ഒന്നും അല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പോകുന്നത് പോലെ പോകുമ്പോൾ അവരുടെ പിന്നാലെ ക്യാമറ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ പോകാൻ വേണ്ടിയിട്ട് അല്ല. പക്ഷെ ഇവരങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ആ വന്നിട്ടുള്ളതിന്റെ പിന്നിൽ ഒരു പ്രശസ്തിയുടെ ഒരു കഥ പറയാനും ഉണ്ട്. ഇനി എന്തായാലും ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നിട്ടും ഇവർ ആ അസുഖവും വെച്ചും കൊണ്ട് ഈ പോക്കൃത്തരങ്ങളെല്ലാം കാണിച്ച ഒരു വ്യക്തി തന്നെയാണ്. അത് കഴിഞ്ഞ് അസുഖമാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തോട്ട് വന്ന ഒരാളുമാണ്. അതെന്തുകൊണ്ട് അന്നേരം അസുഖമുള്ള സമയത്ത് അവരത് ചെയ്തില്ല? ഇത് ജനങ്ങൾ അറിഞ്ഞതിന് ശേഷം അവരത് ചെയ്യുന്നുണ്ട് എങ്കിൽ ക്യാമറ പ്രസൻസ് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഈ ക്യാമറ പ്രസൻസ് ഇവർ ലക്ഷ്യം വെക്കുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് സുധിയുടെ മരണസമയത്ത്, സുധി മരിച്ചു പോയതിന് ശേഷം ഈ പുള്ളിക്കാരുത്തീനെ ജനങ്ങൾ ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയെ കൂടി സംരക്ഷിക്കുന്ന ഒരു സ്ത്രീ അല്ലെ, ഈ സുധിയുടെ ആദ്യത്തെ മകനെ കൂടി സംരക്ഷിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാനും മനസ്സിൽ ഭയങ്കര വലിയ സ്ഥാനം കൊടുത്തിരുത്തിയിരുന്ന ഒരാളാണ്. ആ ഒരു സമയത്ത് കൈക്കും കാലിനൊന്നും യാതൊരു കുഴപ്പവുമില്ലാത്ത എയർ ഹോസ്റ്റസ് ആവാൻ പഠിച്ചിരുന്ന ഒരു വ്യക്തി എന്നാണ് ഇവര് പറഞ്ഞിട്ടുള്ളത്. എയർ ഹോസ്റ്റസ് ആവാൻ പഠിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇവർക്ക് മറ്റൊരിടത്തും ജോലി കിട്ടുന്നില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് കുറെ ഈ സുധിയുടെ പിന്നെ പരിചയത്തിലുള്ളവരും പിന്നെ ലക്ഷ്മി നക്ഷത്ര ഇവരൊക്കെ കൂടി ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ആർക്കും വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. ഇഷ്ടമുള്ളവർ കൊടുക്കട്ടെ, അതിനിപ്പോ ആർക്കും എന്ത് ചെയ്തോ. അപ്പൊ ഈ രേണു സുധിനെ കുറിച്ച് ഈ വക കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാതിരുന്ന ഒരാളാണ് ഞാൻ ചിന്തിച്ചതെന്ന് പറയാൻ. നമുക്ക് എന്താണ്, അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്കൊരിക്കലും അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പക്ഷെ അവർ ചെയ്യുന്ന കാര്യം, അതായത് ആൽബത്തിൽ ഇങ്ങനെ പൊക്കളും ഇതൊക്കെ കാണിച്ച് തൊടയൊക്കെ കാണിച്ചും കൊണ്ട് ഇവർ വരുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അധികാരവും നമുക്കില്ല. കാരണം ഒരു മനുഷ്യന് താൻ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അധികാരം അവർക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും റിയാക്ട് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും ഇതിപ്പോ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, റീസൺ കുറെ ആയി ഞാൻ പറയുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരത്തിക്ക് ഈ ഒരു അസുഖമുണ്ട് എന്ന് ഈ പുള്ളിക്കാരത്തി ഒരുതരം പരാഗണം പോലെയാണ്. അതായത്
വീഴ്ചകളിൽ എപ്പോഴും ഇവർക്ക് ഒരാൾ വീണ് കഴിഞ്ഞാൽ സ്വയം എണീക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ടേ, ഇത് അവരെ കൊണ്ട് പറ്റൂല. അവർക്ക് ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ, കാരണം അവരതങ്ങനെ ശീലിച്ചു. സുധിയുടെ മരണത്തിന് ശേഷം അവർക്ക് അത്രയും വലിയൊരു താങ്ങൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരിപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെ മറ്റുള്ളവര് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇവരുടെ ചുറ്റിനും ഇവർക്ക് ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരും അച്ഛനും അമ്മയും പിന്നെ ചേച്ചിയും ചേട്ടനും പിന്നെ ഒക്കെ ഉള്ളപ്പോഴും ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ സഹായിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഭർത്താവ് മരണപ്പെട്ട് വകയില്ലാതെ കിടക്കുന്ന സമയത്ത് ഇവരെ ഒരുപാട് പേര് സഹായിച്ചു. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് പുറത്തിറങ്ങി ചില ആൽബങ്ങളിലൊക്കെ ഇവരെ അഭിനയിച്ചു. ഈ ആൽബങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തികം വന്നിട്ടുണ്ട്. ഈ സാമ്പത്തികം വന്ന സമയത്ത് ശരിക്കും നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നമുക്ക് പെട്ടെന്നൊരു നല്ല കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പാദ്യം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒരുപാട് പൈസ നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ. ഇവരെന്ന് പറയുന്നത് ഇവർക്ക് ഈ ആൽബങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് കുറെ സാമ്പത്തികം വന്ന സമയത്ത് ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായി. ഈ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കയ്യിലുള്ള പൈസകളെല്ലാം കൊണ്ടുവന്ന് അതിനു വേണ്ടി ഉപയോഗിച്ചു. അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോഴും ഇവർക്ക് അസുഖമുണ്ട് എന്നുള്ളത് ഇവർക്ക് അറിയാം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവരുടെ കയ്യിലുള്ള പൈസ ദൂർത്തടിച്ചു കളഞ്ഞു. ഇവർക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് നേരത്തെ അറിയാമെങ്കിൽ അവർ ആ ട്രീറ്റ്മെന്റിന് വേണ്ടി ആ പൈസകൾ മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും രേണുവിന്റെ കാര്യം പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഞാനിപ്പോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അനീഷ് ഈ പുള്ളിക്കാരുത്തീനെ വെള്ളഭൂഷൺ അല്ലെങ്കിൽ അത് മലക്കം മറിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ തമ്പ് വേറൊരു വീഡിയോയുടെ തമ്പ് നെയിലിൽ പുള്ളിക്കാരൻ ഇട്ടേക്കുന്ന ഒരു കാര്യമുണ്ട്, ഡയപ്പർ എന്നുള്ളതാ ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു അസുഖമുള്ളത് കൊണ്ട് ആ സ്ത്രീയെ ഉപദ്രവിക്കരുത്, അവർ ICUവിലാണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അതേസമയം പുള്ളിക്കാരൻ പറയുന്നത് എന്തോന്നാണ്, ഈ പറയുന്ന ഷെഫീന താത്ത മുള്ളിത്താത്തയാണ്. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. മനുഷ്യരും മൃഗങ്ങളും ഒക്കെ മുള്ളുകയും തൂറുകയും ഒക്കെ ചെയ്യും. അതൊരു തെറ്റാണോ? എനിക്കറിയാവുന്ന, ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീ പ്രസവത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവരുടെ മൂത്രസഞ്ചി കൂടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പ്രസവിക്കുന്ന സമയത്ത് വലിച്ചെടുക്കുന്ന സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ആ സ്ത്രീ, ഞാൻ മുമ്പ് ചാനലിൽ കണ്ടിട്ടുള്ളതാണ്, അവർ പിന്നീട് വർഷങ്ങളോളം ഡയപ്പർ വെച്ചിട്ടാണ് ജീവിച്ചത്. ഡയപ്പർ എന്ന് പറയാൻ അന്ന് ഈ വലിയവരുടെ ഡയപ്പർ ഇല്ല. ആ ഒരു കാലത്ത് വലിയവരുടെ ഡയപ്പർ ഇല്ല. പകരം ഇവര് 5 ലുങ്കി, അവരന്ന് ആ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നഷ്ടപരിഹാരത്തിന് കേസൊക്കെ കൊടുത്ത് ഒന്നും ഒരിടത്തും എത്തിയില്ല. അവരുടെ മകൻ എന്ന് പറയുന്നത് അന്ന് 15-18 വയസ്സെങ്ങാണ്ടായി, വലിയ മകനാണ്. അപ്പൊ അത്രയും വർഷം ആ മകനെ വളർത്തിയ അത്രയും കാലം അവർ പുറത്തൊരു കല്യാണത്തിന് പോലും പോകാൻ വേണ്ടിയിട്ട് കഴിയാതെ ആ സ്ത്രീ എന്ന് പറയുന്നത് ഇങ്ങനെ 5 ലുങ്കിയൊക്കെ വെച്ചിട്ടാണ് എവിടെയെങ്കിലും ഒരു കാര്യത്തിന് പുറത്തിറങ്ങണമെങ്കിൽ പോകുന്നത്. കാരണം അവർ വെള്ളം കുടിച്ചാൽ അങ്ങനെ തന്നെ മൂത്രം പോകുമായിരുന്നു. അപ്പൊ അവർ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു തെറ്റാണോ? അതൊരു കുറ്റമാണോ? അതൊരു കുറവാണോ? ഇപ്പൊ ഷെഫീന താത്തയായിരുന്നാലും അവരെ ചട്ടുകാലി എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പൊ അനീഷ് വിളിച്ചെന്നല്ല, അനീഷ് ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, ആ വീഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. അതിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ചട്ടുകാല് എന്ന് പറയുന്നത് ശരിക്ക് മുടന്തുള്ള ആളുകളെയാണ്, കാല് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ അല്ലെങ്കിൽ അതിനൊരു വൈകല്യം കാണിക്കുന്ന ആളുകളെയാണ് പറയുന്നത്. അപ്പോ അതിനെ ആക്ഷേപിച്ചു കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ചട്ടുകാല് എന്ന് പറയുന്നത്. അത് ഒരു മനുഷ്യന്റെ കുറവാണോ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ പറയണം, അനീഷ് പറയണം, ഇതൊരു കുറവാണോ മോനെ? ഒരു മനുഷ്യന്റെ കുറവുകളിൽ പെട്ടതാണോ അവന്റെ ശരീരത്തിനുണ്ടാകുന്ന വൈകല്യം? അവന്റെ മനസ്സിനുണ്ടാകുന്ന വൈകല്യത്തിന്റെ അത്ര വലുതാണോ മോനെ ശരീരത്തിനുണ്ടാകുന്ന വൈകല്യം? ഈ ഷെഫീന താത്ത എന്ന് പറയുന്ന പുള്ളിക്കാരി 2 കാലുകൾക്ക് സ്വാധീനക്കുറവുണ്ട്,
ഉള്ള ഒരു വ്യക്തിയാണ്. തനിയെ എണീറ്റ് നടക്കാൻ പറ്റൂലായിരുന്നു. കിടക്കയിൽ തന്നെ കിടന്ന ഒരാളാണ്. അവരങ്ങനെ കിടക്കയിൽ കിടക്കുമ്പോൾ അവരുടെ മൂത്ത മകനാണ് അവരുടെ മലമൂത്ര വിസർജനം പോലും മാറ്റിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലത്തിൽ നിന്ന് എണീറ്റ് നിൽക്കാനും നടക്കാനും പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീയെ നിങ്ങൾ നിരന്തരം വിളിച്ച് കളിയാക്കുന്ന ഒരു രീതി, അതായത് കളിയാക്കുക തന്നെയാണ്, ഇതിനെ ശരിക്കും പറയാ കളിയാക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ വിളിക്കുകയാണ് ചട്ടുകാലി, മൊടന്തി, മുള്ളി. ഈ മുള്ളുക എന്ന് പറയുന്നത് കുറവാണോ? അതുപോലെ തന്നെ ഈ നമ്മുടെയൊക്കെ അമ്മമാര്, വയസ്സായ അമ്മമാരെ പരിചരിക്കുന്ന ആളുകൾക്ക് അറിയായിരിക്കും, ഒന്ന് ചുമച്ചാലോ തുമ്മിയാലോ പോലും മൂത്രം പോവും. അത് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടാണ്. അപ്പൊ അതൊരു കുറവാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊരു അസുഖത്തിനെ പറഞ്ഞ് അസുഖമായത് കൊണ്ട് ആ സ്ത്രീ അതുവരെ ചെയ്തിരുന്ന തെറ്റുകളെ എല്ലാം നിങ്ങൾ മറന്ന് നിങ്ങൾ ആ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന ആ ഒരു വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചട്ടുകാലി, മുള്ളിത്താത്ത എന്ന്. ഇവർ ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇവരുടെ 2 മക്കളെ അവർ വളർത്തിയത്, അവർ പഠിപ്പിച്ചത്, ഈ നിലയിലേക്ക് കൊണ്ടുവന്നതും അവർ ആ ഒരു കുറവുകളിലൂടെ നിൽക്കുന്ന സമയത്താണ്. അപ്പോ അവരുടെ ശരീരത്തിന്റെ വൈകല്യത്തെ ഇത്രയും വികൃതമായി പറയാൻ ഒരു റിയാക്ഷൻ ചാനലുകാരന് പറ്റുമോ? അല്ലെങ്കിൽ അനീഷിന് പറ്റുമോ? നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളൊക്കെ ഭയങ്കര ആരോഗ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, നമുക്കൊന്നും ഒരിക്കലും ഒന്നും സംഭവിക്കൂല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല മോനെ. പോകുന്ന വഴിയിൽ നമ്മളൊന്ന് ആക്സിഡന്റ് ആയാൽ മതി. എനിക്കറിയാം, എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. വെറും 19 വയസ്സുള്ള ഒരു മോൻ അരയ്ക്ക് കീഴ്പോട്ട് ഒരു കാല് മൊത്തം അരഞ്ഞു പോയി ട്രക്ക് ഇടിച്ചിട്ട്. അവന്റെ പാഷനാണ് വണ്ടി, വാഹനങ്ങളെന്ന് പറയുന്നത്. അവൻ ആ അപകടത്തിൽപ്പെടുന്ന ആ വാഹനം ആ അമ്മ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട്. അതായത് ആ വാഹനം എടുത്തു കൊടുത്ത സമയത്ത് ആ മകൻ അത്രയും സന്തോഷത്തോടു കൂടി അവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് അവൻ ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സുന്ദരനും സുമുഖനുമായ ഒരു 19 വയസ്സുള്ള ഒരു മകന്റെ അരയ്ക്ക് കീഴ്പോട്ട് അരഞ്ഞു പോയിരിക്കുകയാണ്. ആ കാല് സർജറി ചെയ്ത് 19 സർജറിയാണ് ആ മകന് വേണ്ടിയിട്ട് ആ അമ്മ ചെയ്തത്. കിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ 19 സർജറി ചെയ്തിട്ട് ഒരു ബട്ടക്സിന്റെ ഭാഗത്തൊട്ട് അവനില്ല. ആ ഭാഗം മുതൽ ആ ശരീരഭാഗമില്ല. അത് അവന്റെ തന്നെ തെറ്റാണോ അങ്ങനെ സംഭവിക്കുന്നത്? ഒരു ശരീരത്തിനൊരു വൈകല്യം ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ ഈ ശരീരത്തിന്റെ വൈകല്യത്തിനെ എടുത്ത് പറയുമ്പോൾ എത്ര മാനവികത നിങ്ങൾക്കുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇത് കഴിഞ്ഞിട്ട് അനീഷ് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഷഫീന എന്ന് പറയുന്ന ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ ജനങ്ങൾക്ക് തന്നെ അപമാനമായി ഈ ക്രൂക്കറ്റ് ലേഡി 10 പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ഈ രേണു എന്ന കമ്പനിയിൽ വെച്ച് തന്നെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ഒരു ക്രിമിനൽ, ഒരു ചെറുത്താണ് ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ. അവർ 10 പൈസ രേണുവിന് ഒരു ഹെൽപ്പ് എന്ന് ചെയ്യുന്നുണ്ടോ? ഈ പറഞ്ഞ ആരെങ്കിലും രേണു ഉപയോഗിച്ച് സമ്പാദിച്ച ആരെങ്കിലും 10 പൈസ സ്ത്രീക്ക് കൊടുക്കുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ കഴപ്പെന്താണ്? എനിക്ക് സത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇത് എന്ന് പറയുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ആരാണ് എന്നറിയാമോ? ഷഫീന താത്തയുടെ കൂടെ ഫ്രണ്ടായിട്ടിരുന്ന ഒരു സ്ത്രീയാണ്. ഇവരെന്ന് പറയുന്നത് ഇപ്പോ ഷഫീന താത്തയുടെ ശത്രുവാണ്. നമ്മളൊരു പ്രശ്നം വരുന്ന സമയത്ത് ശത്രു റിയാക്ട് ചെയ്യുന്നതിനെ എടുത്തുകൊണ്ട് വന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം അവരൊരിക്കലും നല്ലത് പറയില്ല. ശത്രു ഒരിക്കലും ഒരാളിനെ കുറിച്ച് നല്ലത് പറയില്ല. ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് റസീന നൗഷാദ് എന്നാണ് ഇവരുടെ പേര്. ഇവരെന്ന് പറയുന്നത് ഷഫീന താത്തയായിട്ട് കൂട്ടുകൂടിയിരുന്ന ഒരു സ്ത്രീയാണ്. പിന്നീട് അവരുമായിട്ട് എന്തോ കാര്യത്തിൽ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം സ്ഥിരമായി ഇവരും ഇവരുടെ കൂടെ ഇപ്പൊ ജീവിക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരൻ സൗദിയിൽ എവിടെയാണ്, അവിടെ ഇരുന്നുകൊണ്ട് രണ്ടുപേരും സന്ധ്യ സമയമാകുമ്പോൾ, ശരിക്ക് നമ്മളെയൊക്കെ നാട്ടിലെന്ന് പറയുന്നത് ക്രിസ്ത്യൻ വീടാണെങ്കിൽ അവിടെ ഒരു 6:30 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ കാണുന്നത് കൊന്ത എത്തിക്കുന്ന ഒരു സംവിധാനം കാണും. അതുപോലെ ഹിന്ദുക്കളുടെ വീടാണ് എങ്കിൽ അവിടെ രാമായണ പാരായണം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും നാമജപം കാണും. അതുപോലെ മുസ്ലിങ്ങളുടെ വീടാണ് എങ്കിൽ അവിടെ ഖുർആൻ ഓത്ത് കാണും. അവിടെയുള്ള കുട്ടികളും മക്കളും ആളുകളും വയസ്സായവരും ഒക്കെ ഇരുന്ന് ഖുർആൻ ഓതും. ഹിന്ദുക്കളുടെ വീടാണെങ്കിൽ അവിടെ നാമജപം കാണും. ക്രിസ്ത്യൻസിന്റെ വീടാണെങ്കിൽ കൊന്ത എത്തിക്കും. പക്ഷെ ഇപ്പൊ യൂട്യൂബ് വന്നതിന് ശേഷം ഒരു 6:30 മണി ആവുമ്പോഴത്തേക്കും ഇതുപോലുള്ള കുറേ അപരാധങ്ങൾ വന്നിരുന്നും കൊണ്ട് വേണ്ടാത്ത വർത്താനം ഇങ്ങനെ പറയണത് കാണാം. ഇവരും അയാളും പറയണ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് കേൾപ്പിച്ചു തരാം. അപ്പൊ അങ്ങനെ സ്ഥിരമായി ഇരുന്നു കൊണ്ട് എന്ത് മെസ്സേജാണ് ഇവര് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവരുടെ കൂടെ താമസിക്കുന്ന ആ ഒരു പുള്ളിക്കാരനും കൂടി ദിനം പ്രതി ഇരുന്നു കണ്ട്
ഷെഫീന താത്തയുടെ ഇറച്ചി തിന്നുന്നുണ്ട്. അപ്പൊ ഈ രേണുസുധീന്റെ ഇറച്ചി തിന്നുന്നു എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ചെയ്യുന്നതോ ഷെഫീന താത്തയുടെ ഇറച്ചി തന്നെയാണ്. അപ്പൊ പിന്നെ അതിന് പിന്നെ ഇറച്ചി തിന്നുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. പിന്നെ രേണുസുധീനെ വിറ്റ് തിന്നു എന്ന് പറയുമ്പോൾ രേണുസുധീരെ ഇടുപ്പിന്റെ ഭാഗമോ വയറിന്റെ പൊക്കിളോ അല്ലെങ്കിൽ മുലയുടെ സൈഡോ ഒന്നും തന്നെ കാണിച്ചും കൊണ്ട് പിന്നെ മുമ്പോട്ട് വന്ന ഒരാൾക്കാരല്ല ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ. യഥാർത്ഥത്തിൽ രേണുസുധീനെ വിറ്റ് തിന്ന് എന്ന് പറയാൻ പറ്റുന്നത് രേണുവിനെ കൊണ്ട് ആൽബം എടുത്ത ആളുകളാണ്. അവരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിസ്യൂസ് ചെയ്യുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു നല്ല ഒരു വേഷം കൊടുക്കാതെ വളരെ വൾഗറായിട്ടുള്ള അവരുടെ ശരീരഭാഗങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന തരത്തിൽ അവർക്ക് വേഷങ്ങൾ കൊടുത്ത് അവരുടെ പിന്നെ എന്താണ് ഇമേജിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ഒരു ആൽബങ്ങൾ സൃഷ്ടിച്ച് അവരാണ് ശരിക്കും രേണുവിനെ വിറ്റ് തിന്ന് എന്ന് പറയാനുള്ള ഒരു റൈറ്റ് ഉള്ളത്. ഇനി ബാക്കിയും കൂടി കേട്ടിട്ട് എനിക്കിപ്പം ഞാൻ തെറി ഉപയോഗിച്ചു അല്ലെങ്കിൽ തെറി വിളിച്ചു എന്ത് പറഞ്ഞിരുന്നാൽ തന്നെ എനിക്കട്ടെ മനസാക്ഷി കുറെ പേര് വന്ന് കമന്റ് ചത്തില്ലേ ഇവിടെ ചാവാറായി ഇവിടെ ഇന്ന് ചാവും നാളെ ചാവും പറഞ്ഞു. ഞാൻ ഈ കേരളത്തിലെ മൊത്തം പ്രതിസന്ധിയെ മരിച്ചാൽ കേരളക്കാരുടെ മൊത്തം പ്രതിസന്ധിയെ മരിച്ചാൽ തീരൂ. കുറെ പേര് പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്നതാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കണം, അശ്ലീലമാണ് കാണിക്കുന്നത്. ഇന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ വിരൽ ഒന്ന് ടച്ച് ചെയ്താൽ നമ്മുടെ നമുക്ക് കാണാൻ പറ്റാത്ത എന്താണ് സോഷ്യൽ മീഡിയ ഇല്ലാത്തത്? പച്ച കാണിച്ചു കൊടുക്കുക 10 വയസ്സായ കുഞ്ഞു പോലും അറിയാമല്ലോ. അസുഖം കേൾക്കേ അവരെ കുറെ പേര് ഷഫീന ബീവി ആരാ? നീ ആരാ? നീ ഓൺലൈൻ ജഡ്ജിയോ? നിനക്ക് ആദ്യം നിന്റെ ചട്ടക്കാല് പറയുന്നുണ്ടല്ലോ, നീ നിന്റെ ചട്ടക്കാല് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത്. നീ കുറെ പേര് പറയുന്നത് നിനക്ക് മെഡിസിൻ കഴിക്കുന്നത്. ഷഫീന ബീവി നിന്നോടാണ് നീ മെഡിസിൻ കഴിക്കുന്നു പറയുന്നതല്ലേ? നീ എന്ത് മെഡിസിനാണ് കഴിക്കുന്നത്? ബ്രാൻഡിനാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നീ എന്ത് മെഡിസിനാണ് കഴിക്കുന്നത്? ഇതാണ് അനീഷിനെ പോലെ ഒരു ബ്ലോഗർ, അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അനീഷിനെ പോലെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നത്. അതായത് അനീഷിനെ പോലെ ഒരു വ്ളോഗർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ ഇത് റിയാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പുള്ളിക്കാരത്തി പറയുന്നു കിഴപ്പ്, അതായത് മറ്റൊരാളെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനെ കിഴപ്പ് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതുപോലെ തന്നെ ചട്ടുകാല്, ഈ ചട്ടുകാല് എന്ന് പറയുന്നത് കാലിന് സുഖമില്ലാത്ത ആളുകളെ ആക്ഷേപിച്ച് പറയുന്ന ഒരു കാര്യമാണ് ചട്ടുകാല് എന്ന് പറയുന്നത്. അപ്പോ അതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്ന അനീഷിനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇത് റിയാക്ട് ചെയ്യാതെ പോവാൻ പറ്റുന്നില്ല. ഇത് റിയാക്ട് ചെയ്യാതെ പോവാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരത്തി പറയുന്നു ഭ്രാന്തിന്റെ ഗുളികയാണെങ്കിൽ നീ ഞങ്ങളോട് പറയണ്ട. എൻ്റെ പൊന്ന് റസീന, ഭ്രാന്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു അസുഖമാണ്. പണ്ട് കാലങ്ങളിലാണ് ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് എന്തോ വലിയ അപരാധമാണ് എന്ന് പറഞ്ഞ് ആളുകൾ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. ശരിക്കും ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരു ഉന്മാദ അവസ്ഥയാണ്. തലച്ചോറിനെ മരവിപ്പിച്ചുകൊണ്ട് സ്വന്തം വ്യക്തിത്വത്തെ പോലും മനസ്സിലാക്കാൻ പറ്റാതെ ഒരു മനുഷ്യൻ താനല്ലാതായി മാറുന്ന ഒരു അവസ്ഥയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. ചിത്തഭ്രമം അതൊരു തെറ്റല്ല. അതാണെങ്കിൽ ആ ഗുളികയാണെങ്കിൽ നീ ഞങ്ങളെ കാണിക്കണ്ട എന്ന്. അതായത് അങ്ങനെ മാനസിക രോഗമുള്ളവർ സമൂഹത്തിൽ വന്നൊരു കാര്യം പറയാൻ അർഹതയില്ലാത്തവരാണ്, യോഗ്യതയില്ലാത്തവരാണ്. അവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ യാതൊരു തരത്തിലും അനുവദിക്കപ്പെട്ടവരല്ല എന്നാണ് പറയുന്നത്. ഈ ഭ്രാന്ത് എന്ന് പറയുന്ന രോഗം എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്തതായ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റിപ്പോകുന്ന എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ നിയന്ത്രണം തെറ്റുന്ന ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടപ്പുണ്ട്. അവൻ പോലും അറിയാതെ അവൻ സംശയങ്ങളുടെ ഒരു ലോകത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു ചിന്തകളുടെ ഒരു ലോകത്തേക്ക് പോവുക, താൻ ആക്രമിക്കപ്പെടുമോ എന്ന ഭയത്തിൽ ജീവിക്കുക. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഭ്രാന്തുകൾ തന്നെയാണ്. ഒരാളെ അമിതമായി സ്നേഹിക്കുക, ഒരാള് ചതിച്ചു കഴിഞ്ഞാൽ അത് താങ്ങാനാവാത്ത ഒരു മനസ്സുണ്ടാവുക, ഇതൊക്കെ ഭ്രാന്തിപ്പെടും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇത് വലിയ അപരാധമാണോ? അനീഷിനെ പോലൊരു വ്യക്തി ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. കാരണം സമൂഹത്തിൽ അത്രയും നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു പുള്ളിക്കാരൻ ഇത് കേട്ടിട്ട് സൈലന്റ് ആയിട്ടിരുന്നിട്ട് നീ രോഗിയാണെന്നുള്ളതിന്റെ തെളിവ് നീ മെഡിസിൻ കഴിക്കുന്നു, നിനക്ക് മെഡിസിൻ ഉള്ള നിന്റെ ആദ്യത്തെ 1 ലക്ഷത്തിന്റെ ചാനൽ അടിച്ചു പോയപ്പോ നിന്റെ മെഡിസിൻ മുടങ്ങിയെന്ന് പറയുന്നു. നീ കഴിക്കുന്ന മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ ഞങ്ങളൊന്ന് കാണിക്കാവോ പബ്ലിക് ആയിട്ട്? നീ ഇന്ത്യക്കാരിയാണോ? നീ ഇവിടെ നീ തീവ്രവാദിയാണെന്നാണ് ശാരിക എന്ന് പറയുന്ന ചേച്ചിയുടെ വീഡിയോയിൽ ഞാൻ കണ്ടത്. നിന്റെ അഡ്രസ്സ് കിടക്കുന്ന ഫിൻലൻഡ് ആണ്, നീ ഫിൻലൻഡുകാരിയെന്നാണ് നിന്റെ ഐഡന്റിറ്റിയിൽ കാണിക്കുന്നത്. നീ ആരാണ്? ശരിക്കും തീവ്രവാദിയാണോ? നിന്റെ ഐഡന്റിറ്റി, താമസിക്കുന്ന സ്ഥലം, നിന്റെ പാസ്പോർട്ട്. അതായത് ഈ നമ്മളെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ എല്ലാ ID പ്രൂഫുകളുമുള്ള ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രൂഫുകളുമുള്ള
ഒരു പുള്ളിക്കാരത്തിനെ പറയുകയാണ് നീ തീവ്രവാദി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈ സംഭവം എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? അനീഷ്. എന്റെ മോനെ, നീ അത്രയ്ക്ക് നിനക്ക് ബോധമില്ലേ? എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ് അവിടെ മിണ്ടാതിരിക്കുകയാണ്. ഇത് എടുത്തോണ്ട് വന്ന് റിയാക്ട് ചെയ്തിരിക്കുന്നു അനീഷ്. ഐഡന്റിറ്റി കാണിക്കുന്നത് നീ ആരും ശരിക്കും തീവ്രവാദിയാണോ? നിന്റെ ഐഡന്റിറ്റി, നീ താമസിക്കുന്ന സ്ഥലം, നിന്റെ പാസ്പോർട്ട്, നിന്റെ ഐഡന്റിറ്റി എല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നീ മാവോയിസ്റ്റ് ആണ് സ്ത്രീയെ, നീ മാവോയിസ്റ്റ്. ഞങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന മാവോയിസ്റ്റ് ആണ് സ്ത്രീ. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ വികാരം എന്താണ് മോനെ? എന്താണ് മാവോയിസ്റ്റ് ആണ് എന്ന് അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്ത്രീ? അത് പബ്ലിക്കിൽ വന്നിട്ട് അനീഷ് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന എന്താണ് മോനെ? വികാരത്തിനും സങ്കടത്തിനും ഒന്നും ഒരു വിലയും കൊടുക്കാതെ ഒരു വൃത്തികെട്ട സ്ത്രീ വന്നിരുന്നുണ്ട്. കുറെ ആൾക്കാരെ കൊണ്ട് ഈ ഷഫീന ബീവി വിളിപ്പിക്കുന്ന ആരെ കൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവരുടെ ഗ്രൂപ്പിൽ തന്നെ AKSM എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആളുകളെ കൊണ്ടാണ് വിളിപ്പിക്കുന്നത്. വിളിപ്പിച്ചിട്ട് ഷഫീന ബീവി സംസാരിപ്പിക്കും, ക്യാൻസർ ആയിരുന്നു, ഇത്ര രൂപ ചെലവായി, അവളുടെ സകല ഉണ്ടായിപ്പോ എനിക്കറിയാം. അവരങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഷഫീന ബീവിയുടെ AXMA എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗത്വമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആ വാട്സപ്പിലെന്നല്ല, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും അംഗത്വമില്ലാത്ത ഒരാളാണ് ഞാൻ. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി ഇരുന്നാൽ പബ്ലിക്കിൽ വന്ന് സംസാരിക്കാൻ പാടില്ലേ? ഷഫീന താത്തയുടെ ഗ്രൂപ്പിൽ ഉള്ള ഒരു വ്യക്തി വിളിച്ചു, തനിക്ക് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ക്യാൻസർ രോഗത്തിന് ഇത്രയധികം ക്യാഷ് ചെലവാകില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിൽ അംഗത്വമുള്ള, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിലെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് സ്വന്തമായി അഭിപ്രായമില്ലേ? അല്ലെങ്കിൽ സ്വന്തമായി അവർക്കുണ്ടാകുന്ന അഭിപ്രായങ്ങൾ ഷഫീന താത്തയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായതുകൊണ്ട് പബ്ലിക്കിൽ വന്ന് പറയാൻ പാടില്ല. അങ്ങനെ നിയമമുണ്ടോ? എല്ലാവർക്കും അവരവരുടേതായ ചിന്തകളും സംസാരങ്ങളും അവരുടേതായ പ്രവൃത്തികളുമുണ്ട്. അത് പബ്ലിക്കിൽ വന്ന് പറയണമെന്ന് അവർ തീരുമാനിച്ചാൽ അവർക്ക് വന്ന് പറയാം. ആർക്കും ആരെയും തടയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഷഫീന ബീവി സംസാരിപ്പിക്കും, ക്യാൻസർ ആയിരുന്നു, ഇത്ര രൂപ ചെലവായി, അവളുടെ സകല ഉണ്ടായിപ്പോ എനിക്കറിയാം. അവരങ്ങനെയാണ് ചെയ്യുന്നത്. അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ചട്ടം കെട്ടിയിട്ട് ഫോണിൻ പരിപാടി എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. എന്തിനാണ്? കുറച്ച് ഞം വെക്കണം. വല്ല സെപ്റ്റിക് ടാങ്കും തുറന്നിട്ട് കൈയിട്ട് വാരി തിന്ന സ്ത്രീയെ ഇതിനേക്കാളും ഭേദം അതാണ്. ഇതിനേക്കാളും ഇത്രയോ ഭേദമാണ്. നാണോ? അതന്നെ എനിക്കും പറയാനുള്ളത്. അത്രേ എനിക്കും പറയാനുള്ളൂ. അതായത് ഇങ്ങനെ ചെയ്യുന്നതിൽ നല്ലത്, അതായത് മറ്റുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വില നൽകാതെ ഇത്തരത്തിൽ അപമാനിച്ചുകൊണ്ട് വന്ന് വീഡിയോ ചെയ്യുമ്പോൾ അതിലും നല്ലത് വേറൊന്നും പറയാനില്ല. മുതിർക്ക ഫിൽറ്ററോട്ട് കുട്ടി അടിച്ച് വന്നിരുന്ന പിന്നെ കൊച്ചു പെണ്ണാണെന്ന് കണ്ണിന് കാഴ്ചയുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. കണ്ണിന് കൃഷ്ണമണിക്കും പിന്നെ കോർണിക്കൊന്നും ഇത് തിരെ മറിച്ചിട്ടില്ലാത്തവർക്ക് മനസ്സിലാവും നീ മുതുക്കിയാണ്. ഒന്ന് ഒരു പൊടിക്ക് ഇറങ്ങിക്കൂടെ? ഈ മറ്റു കുട്ടികളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെയും മഞ്ജു പിള്ളയുടെ മകളെ പോലുള്ള കുട്ടികളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ നീ ഷിമ്മി ഇട്ടോണ്ട് നിന്നാണ് ചെയ്യുന്നുള്ള ബോധ്യം കൂടെ നിനക്ക് വേണം കേട്ടോ. അയ്യോ, അതായത് ഷഫീന താത്ത ഒരുങ്ങി വന്നിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഷഫീന താത്ത ഒരുങ്ങി വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് കൊച്ചുകുട്ടിയാണ് എന്ന് വരുത്തി തീർക്കാനാണ്. അവര് എന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് 10-28 വയസ്സുള്ള മകനുണ്ട് എന്നുള്ളത്. അപ്പൊ 28 വയസ്സുള്ള ഒരു മകന്റെ ഉമ്മ എന്ന് പറയുന്നത് കൊച്ചുകുട്ടിയല്ല എന്നുള്ളത് ചിന്തിക്കാനുള്ള വിവേകം ആർക്കും ഇല്ലേടെ. തിമിരം ബാധിക്കണ്ട, തിമിരം ബാധിച്ചാൽ പോലും കാണുന്ന ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ഒരു വിവേകം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരുങ്ങി വരിക എന്ന് പറയുന്നതും ഒരുങ്ങാതെ വരിക. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിൽക്കുന്ന വേഷത്തിൽ വന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എനിക്ക് ഒരുങ്ങണമെന്നില്ല. ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എവിടെയാണോ എങ്ങനെയാണോ നിൽക്കുന്നത് അതേ വേഷത്തിൽ, അതായത് ഞാൻ ഇടുന്ന വീഡിയോസിൽ ചിലപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഷോള് കീറിയതായിരിക്കും. ആ കീറിയ ഷോളോട് കൂടി വന്ന് നിന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം എനിക്കുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പിന്നെ എല്ലാവരും അതുപോലെ ആയിരിക്കണമെന്നും ഇല്ല. ചില ആൾക്കാർ വീട്ടിൻ്റെ പുറത്തിറങ്ങിയാൽ തന്നെ പൗഡറും കരിയും ഒക്കെ ഇട്ടിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. അത് അവരുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ഷഫീന താത്ത എന്ന് പറയുന്നത് അവര് പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവര് വെൽ ഡ്രസ്ഡ് ആയിട്ട് പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങുന്നത് എന്ന് പറയുന്നത് അതും ഒരു തെറ്റാണ്. ഇതാണ് ശരിക്കും നിങ്ങൾ വിമർശിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ വിമർശനത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതായത് ഇതില് ഇപ്പൊ ഷെഫീന താത്തേനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ അവരുടെ സ്വഭാവ ദൂഷ്യത്തിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചുള്ള വിമർശനങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഡ്രസ്സിങ്, അവരുടെ മേക്കപ്പ്, അവരുടെ വൈകല്യം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഒരു അസുഖം വരെ കാണിച്ചും കൊണ്ട്, ഇവിടെ അസുഖം വന്ന സമയത്തും ഇവര് പബ്ലിക്കിൽ വന്നിരുന്നുണ്ട്, എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, എൻ്റെ മരുന്നുകൾക്ക് 2.5 ലക്ഷം രൂപയാകും. എടാ, നിങ്ങൾ ഇപ്പൊ ക്യാൻസർ രോഗം ബാധിച്ച ഒരുപാട് പേര് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ക്യാൻസർ രോഗബാധിതരായിട്ടുള്ള അമ്മക്കിളി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. നിങ്ങൾ ആ ചാനലിലുള്ള സ്ത്രീയെ പോയി ഒന്ന് നോക്ക്. എടാ, എന്ത് കണ്ണിങ് ആയിട്ടാണ് അവര് ആ 2 കുഞ്ഞുങ്ങളെ പോറ്റുന്നത് എന്ന് രോമാഞ്ചം വരൂടെ, രോമാഞ്ചം അമ്മാതിരി. അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുണ്ട്, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളുണ്ട്, അനന്തു, ഇവരൊക്കെ. എടാ, അവരുടെയൊക്കെ മരുന്നിന് എത്ര രൂപ ആകുമെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അവരുടെയൊക്കെ ചികിത്സയ്ക്ക് എത്ര രൂപ ആയി എന്നുള്ളത് അവരോട് നിങ്ങൾ സംസാരിച്ചു നോക്ക്. നിങ്ങളിപ്പോ ഷഫീന താത്തേനെ വിളിക്കുന്ന ആളുകൾ ക്യാൻസർ രോഗിയാണോ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഒരു സംശയം. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്ക്. ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ക്യാൻസർ രോഗബാധിതരായിട്ടുള്ള ആളുകൾ വീഡിയോ ചെയ്യുന്നവരുണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്ക്. അല്ലാതെ ഇത്തരത്തിൽ, അതായത് ഒരു രോഗം ബാധിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും ഇവർ വന്നിട്ട് നാട്ടുകാരോടാണ് സാമ്പത്തികം ചോദിക്കുന്നത്. ഇവരെ ചുറ്റി ഇവരുടെ കുടുംബം ഒന്നും വേണ്ട, ഇവർക്ക് ഇത്രയും സുഹൃത്തുക്കളില്ലേ? ഈ സുഹൃത്തുക്കൾക്കൊന്നും തന്നെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഈ പറഞ്ഞ ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആ ഒരു സ്ത്രീ അവരുടെ ചാനലിൽ അവരുടെ കൂടെ താമസിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനുമായിട്ട് ചെയ്തിട്ടുള്ള ലൈവുകൾ നിങ്ങളൊന്ന് കേൾക്കണം. ഏതെങ്കിലും ഒരു സഹോദരിക്ക് നീ സ്ത്രീ സംരക്ഷകയാണ്, ഞാൻ അതാണ്, ഞാൻ തേങ്ങയാണ്, ഞാൻ മാങ്ങയാണെന്ന് പറയും, നീ ആർക്കാണ്, എന്ത് നീതിയാണ് വായിക്കോട്ടെ, ഒരു തെളിവ് നിന്റെ ചാനൽ വഴി ആകട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി ആകട്ടെ, ഒന്ന് കാണിക്കാൻ പറ്റുമോ? നീ നല്ലതുണ്ടായിക്കോട്ടെ, ഒരാളെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ഒരാളെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് നീ മുള്ളി കള്ളി കള്ളി അതൊന്നുപോലും കാണിക്കാൻ പറ്റാത്ത തട്ടിപ്പുകാരി നീ വന്നിട്ട് ഇത് ശരിക്ക് ഇതെങ്ങനെ റിയാക്ഷൻ ആവുന്നു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെയാണ് റിയാക്ഷൻ ആവുന്നത്? അതുപോലെ ഒരുപാട് തട്ടിപ്പുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ കിട്ടിയ മൊത്തം ദുബായ് കഥകളും ദുബായ് തട്ടിപ്പുമാണ്. അതെന്റെ കയ്യിലുണ്ട്, ഞാൻ എന്തുകൊണ്ടാ പറയാ മാറ്റി വെച്ചേക്കണമെന്നും എനിക്കറിയാം. ഷഫീന എന്ന് പറയുന്ന തട്ടിപ്പുകാരി മുള്ളിക്കവരെ നീ ഈ ബിഗ് ബോസ് കഴിയുമ്പോൾ ഞങ്ങളെ കൊണ്ട് വരുമെന്നറിയാം. ആ സമയത്ത് നിന്റെ നഗ്ന ഫോട്ടോ മൊത്തം ഞാൻ യൂട്യൂബിൽ വെക്കും. സത്യമായിട്ട് ചാനലിന്റെ പേര് മാറ്റും, ചാനൽ എന്താണ് കണ്ടന്റ് മാറ്റും, ഫോട്ടോ കണ്ടന്റ് ഞാൻ വെക്കും, എന്ന് ഞാൻ ഇവിടെ തള്ളിത്തരും. ഷഫീന, നീ യൂട്യൂബ് പോയി നിന്റെ ഫോട്ടോ കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു സ്ത്രീയുടെ നഗ്ന ഫോട്ടോ ഹോട്ട് വീഡിയോ എന്ന് പറഞ്ഞ് ഇവര് പബ്ലിഷ് ചെയ്യുമോ? അത്ര ഒന്ന് ആലോചിച്ച് നോക്ക്. വിമർശനം ആവാം, പക്ഷെ ഇതിന് ശരിക്കും എന്തെന്നാണ് പറയുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് അനീഷിനെ പോലെ ഒരു ബ്ലോഗർ, അനീഷിനെ പോലെ ഒരു റിയാക്ടർ വീഡിയോ ചെയ്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.